നല്ല വിഷമമുണ്ടായിരുന്നു. ഒരു കൊല്ലം പോയി തന്നെയാണ് തോന്നിയത്. പിന്നെ വീട്ടിലെത്തി അച്ഛനമ്മ നല്ലോണം റിലാക്സ് ചെയ്ത് അവരെ പറഞ്ഞ ഒരു കൊല്ലം പോയാലും കുഴപ്പമൊന്നുമില്ല, വേറെ വല്ല വഴിയൊക്കെ ഉണ്ടാവും. പാലയെ തന്നെയാണ് ആദ്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സുരക്ഷിതമായ കൈകളിൽ മകനെ ഏൽപ്പിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായത്. ഏതായാലും അതിൻ്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. ഒരു വർഷം ഏറ്റവും സേഫായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സ്ഥലം ബ്രില്യൻ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ അത് വളരെ സപ്പോർട്ടിങ് ആയിരുന്നു. ഞാൻ അവനെ റിസീവ് ചെയ്യാൻ വേണ്ടി പുറത്തുണ്ടായിരുന്നു. അപ്പോൾ മുഖമൊക്കെ ആകെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് വല്ലാതെ ഒരു ടെൻഷനായിരുന്നു. ഞാൻ പുറത്തൊന്ന് തലോടിയിട്ട് പറഞ്ഞു, മോനെ ഒരു തരത്തിലും ഒരു പ്രയാസം അനുഭവിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരു കാര്യം നമ്മൾക്ക് ഏറ്റവും അധികം ബോധ്യപ്പെട്ടത് ഏതാണ്ട് പാലയുടെ ആൻസർ കീ തന്നെയാണ് ഈ പ്രാവശ്യവും പിന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആൻസർ കീ ആയിട്ട് മാർക്ക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അവരെ ഞങ്ങളോട് രണ്ടുപേരും പറയാറുണ്ട്, അല്പതവ മാർക്ക് കുറഞ്ഞു പോയാൽ പിന്നെ സഹോദരനോടൊന്നും പറയാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം ഇവന്റെ വിജയം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മളെ പോലെ തന്നെ അവരുമാണ്. എൻ്റെ മകന്റെ മുഴുവൻ സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ ഹോസ്റ്റലിലായാലും ശരി, അക്കാദമിക് നിലവാരത്തിലായാലും ശരി, എല്ലാം 100% സ്കോളർഷിപ്പോട് കൂടിയാണ്. അതുപോലെ തന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും കിട്ടുന്ന ആ ഒരു പാരിതോഷികങ്ങൾ ഏറ്റവും കൂടുതൽ അതിന് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്ത്യയെ നടത്തുന്ന ഒരു പരീക്ഷയാണ് നീറ്റ് എക്സാം. ഈ നീറ്റ് എക്സാമിൽ ഏറ്റവും ഉന്നത വിജയം കരസ്ഥമാക്കി നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അനുജിത്ത് AP. അനുജിത്ത് APയുടെ അച്ഛനോടും അമ്മയോടൊപ്പം ഇവിടെ കണ്ണൂർ സെൻറ്റർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ രണ്ടുപേരെയും ഞാൻ നമ്മുടെ കണ്ണൂർ സെൻറ്ററിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അനുജിത്ത് APക്ക് നമ്മുടെ ബ്രില്യൻ്റ് ഫാമിലി വക എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ്. നമുക്ക് ആദ്യം നമ്മുടെ അനുജിത്തിന്റെ അച്ഛനെയും അമ്മേനെയും ഒന്ന് പരിചയപ്പെടാം. അച്ഛന്റെ പേര്? എൻ്റെ പേര് രാജീവൻ, പ്രവീണ ഭാര്യ. ഞങ്ങൾ താമസിക്കുന്നത് പരിയാരത്താണ്. ഞാൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്തിരുന്നത്. ഒരു 3 മാസമായി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ചു. എങ്കിലും നമ്മള് കേരള സർക്കാരിന്റെ വിമുക്തി എന്ന പ്രോഗ്രാമിൽ സജീവമായിട്ട് സർവീസിൽ ഉള്ളപ്പോഴും പങ്കെടുക്കാറുണ്ട്, ഇപ്പോഴും പങ്കെടുക്കാറുണ്ട്. അമ്മ ഹൗസ് വൈഫാണ് പ്രവീണ. മക്കളുടെ കാര്യങ്ങൾ നോക്കി മക്കളുടെ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റും ഞാൻ അവൾക്കാണ് കൊടുക്കുന്നത്. അവളാണ് എല്ലാ രീതിയിലും മക്കൾക്ക് വേണ്ട. ഏക മകനാണോ? അല്ല, ഞങ്ങൾക്ക് 3 കുട്ടികളാണ് ഉള്ളത്. മൂത്തയാള് പിന്നെ BTech കഴിഞ്ഞു, ഇപ്പൊ ബാംഗ്ലൂരിൽ ഒരു MNCയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തേത് ട്വിൻസാണ്, ഇവർ 2 പേരാണ്, അനുജിത്തും അനുദീപും. അനുദീപ് കഴിഞ്ഞ വർഷം കൊല്ലം TK എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നു. ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് വിദ്യാർത്ഥിയാണ്. പിന്നെ അനുജിത്തിന് മെഡിക്കൽ ഫീൽഡിനോട് അതിയായ താല്പര്യം ആദ്യമേ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷവും ഏതാണ്ട് 720-ൽ 628 മാർക്കോളം കിട്ടിയിരുന്നു. പിന്നെ ഈ വർഷം എന്തായാലും പാലയെ തന്നെയാണ് ആദ്യമായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തത്. കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് സുരക്ഷിതമായ കൈകളിൽ മകനെ ഏൽപ്പിച്ച ഒരു പ്രതീതിയാണ് ഉണ്ടായത്. ഏതായാലും അതിന്റെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി. ബ്രില്യൻസ് പാല ടീമിനോട് ഒരുപാട് നന്ദി ആദ്യം അറിയിക്കുക. അനുജിത്ത് ഇവിടെ പാലയിൽ ഏത് കോഴ്സിനായിരുന്നു? ഞാൻ പാല റിപ്പീറ്റേഴ്സ് ബാച്ചിൽ സ്റ്റുഡൻ്റ്. ഈ നടന്ന നീറ്റ് എക്സാമിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഇവിടെ വന്നിരിക്കുകയാണ്. ഈ ഒരു വിജയത്തിൽ എന്താണ് ഇപ്പം അനുജിത്തിന് പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട്. പ്രതീക്ഷിച്ചില്ല. എക്സാം കഴിയുമ്പോൾ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ആ ടെൻഷനിലായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന ആൻസർ കീ ഒക്കെ നോക്കി ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല മാർക്കാണെന്ന് കിട്ടുന്നു. ഇപ്പം നീറ്റിൻ്റെ പരീക്ഷയിൽ ഇപ്പം ഉന്നത മാർക്ക് നേടിയാണ് ഇപ്പം അനുജിത്ത് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പം ഇനിയിപ്പം വരാൻ പോണ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ഇപ്പം ഇനിയിപ്പം 2026 കുറേ നമ്മൾ കുട്ടികൾ നമ്മളെ ബ്രില്യൻ്റ് പഠിക്കാൻ വേണ്ടി വരുന്നത്, അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് അനുജിത്തിൻ്റെ പഠന രീതികളെ പറ്റി ഒന്ന് വിശദീകരിക്കണം. ഞാൻ ബ്രില്യൻ്റ് പറയുന്ന പോലെ തന്നെയാണ് എപ്പോഴും പഠിച്ചത്. കൃത്യമായി ഉറങ്ങും, അവർ തരുന്ന മെറ്റീരിയലൊക്കെ സോൾവ് ചെയ്യും, ക്ലാസ് നന്നായി ശ്രദ്ധിക്കും, നോട്ട്സ് എഴുതും,
കീ നോട്ട്സ് ഉണ്ടാക്കും. അവർ പറയുന്ന പോലെ കേട്ടാൽ എക്സാം ഏത് ലെവലാണെങ്കിലും ഈസിയായി നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ക്ലാസ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടിലുണ്ട്, ഒരു കുഴപ്പമില്ല. ഇപ്പം നമുക്ക് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഈ തവണത്തെ നീറ്റ് എക്സാം വളരെ ടഫായിരുന്നു. ഇപ്പോൾ പരീക്ഷാ ഹാളിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ എന്താണ് തോന്നിയത്? എന്നുവെച്ചാൽ എല്ലാവരും പറഞ്ഞു പരീക്ഷാ ഹാളിൽ നിന്നും ഈ വർഷത്തെ നീറ്റ് പരീക്ഷ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ പല കുട്ടികളും കരഞ്ഞോണ്ട് ഇറങ്ങി വന്നു. അപ്പം അനുജത്തിന് എന്താ തോന്നിയത്? നല്ല വിഷമമുണ്ടായിരുന്നു. ഒരു കൊല്ലം പോയി തന്നെയാണ് തോന്നിയത്. പിന്നെ വീട്ടിലെത്തി അച്ഛനമ്മ നല്ലോണം റിലാക്സ് ചെയ്ത് അവരെ പറഞ്ഞ ഒരു കൊല്ലം പോയാലും കുഴപ്പമൊന്നുമില്ല, വേറെ വല്ല വഴിയൊക്കെ ഉണ്ടാവും. മകനെ ഇറങ്ങി വരുന്ന സമയത്ത് ഞാനാണ് അവന്റെ മുഖം, അവരുടെ സ്കൂളിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്ത് ഞാൻ അവനെ റിസീവ് ചെയ്യാൻ വേണ്ടി പുറത്തുണ്ടായിരുന്നു. അപ്പൊ മുഖമൊക്കെ ആകെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് വല്ലാതെ ഒരു ടെൻഷനായിരുന്നു. ഞാൻ പുറത്തൊന്ന് തലോടിയിട്ട് പറഞ്ഞു, മോനെ ഒരു തരത്തിലും ഒരു പ്രയാസം അനുഭവിക്കരുത്, നമുക്ക് ഒരു വർഷം കൂടെ നമുക്ക് വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞങ്ങള് പിന്നെ അതിനുശേഷം കൂളായി. അവനെ കൊണ്ട് ഞങ്ങള് കുറച്ച് ദൂരം കാറിൽ യാത്രയൊക്കെ ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വാട്സാപ്പിൽ ഓരോ മെസ്സേജ് വന്നിരുന്നു, കുറച്ച് ടഫാണ്, ഫിസിക്സ് ഒക്കെ വലിയ ടഫാണെന്ന് കേട്ടു. അപ്പൊ പിന്നീട് അവനത് പിന്നെ ഫ്രണ്ട്സ് എന്നൊക്കെ അറിഞ്ഞു. പിന്നെ ആള് നല്ല ഹാപ്പി ആയി. പിന്നെ ആൻസർ കീ വന്നപ്പോൾ ആദ്യം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു 620 മാർക്ക് കിട്ടുന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ദിവസം പിന്നെ ആൻസർ കീ വന്നപ്പോഴത് ഉറപ്പിച്ചു. പക്ഷെ അതിൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഏറ്റവും അധികം ബോധ്യപ്പെട്ടത് ഏതാണ്ട് പാലയുടെ ആൻസർ കീ തന്നെയാണ് ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് പിന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ആ ഒരു പിന്നെ ആൻസർ കീ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു നല്ല റാങ്ക് കിട്ടും പ്രതീക്ഷിച്ചു. ഇനിയിപ്പം തുടർന്നുള്ള പ്ലാനുകൾ എന്താണ്? ഈ വിജയമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എവിടെയെങ്കിലും ഒരു മെഡിക്കൽ സീറ്റ് എന്നുള്ള സ്വപ്നം മാത്രമായിരുന്നു. ഇപ്പൊ ഈ റാങ്ക് വെച്ചിട്ട് ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജിൽ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ഏത് മെഡിക്കൽ കോളേജാണ് നമുക്ക് ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്? ജിപ്മറിൽ ജോയിൻ ചെയ്യണമെന്ന് ഏറ്റവും ആഗ്രഹം, പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. എക്സാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഏത് വിഷയമാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത്? ഏത് വിഷയമാണ് നമുക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തിയ ഒരു വിഷയം ഏതായിരുന്നു? ബയോളജി അത്യാവശ്യം ഈസി ആയിരുന്നു. ബ്രില്യൻ്റ് മോഡൽ എക്സാംസിനൊക്കെ നടത്തിയ ലെവൽ തന്നെയായിരുന്നു. പക്ഷെ ഫിസിക്സ് കുറച്ച് ടഫായിരുന്നു. കുറേ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഫിസിക്സ് തന്നെയാണ് ഏറ്റവും വെല്ലുവിളി ഉണ്ടായത്. ഫിസിക്സിന്റെ ലെവല് നമ്മൾ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞും വളരെ കൂടുതലായിരുന്നു. IIT ആ ലെവലിലേക്ക് അല്ലേ? നമുക്ക് നമ്മുടെ ബ്രില്യൻറ്റിൽ നമ്മൾ ഒരു വർഷം നമ്മൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ അപ്പോൾ അവിടെ കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് നമുക്ക് വീക്കിലി പരീക്ഷകളിലും കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ മോഡൽ എക്സാം ഉണ്ട്, ഓണം ക്രിസ്മസ് വെക്കേഷൻസ്, അതിനുശേഷം മോഡൽ എക്സാമുകളുണ്ടായിരുന്നു. അല്ലാതെ പൂജാ ഹോളിഡേയ്സ് ഉണ്ടായിരുന്നു, പൂജാ ഹോളിഡേയ്സ് കഴിഞ്ഞിട്ടുള്ള പരീക്ഷ ഉണ്ടായിരുന്നു. അതുകൂടാതെ ഫൈനൽ മോഡൽ പരീക്ഷകൾ. അപ്പോൾ ഇതിനകത്ത് ഇവിടെ കിട്ടിയ അച്ചീവ്മെൻറ്റ്സ്, അപ്പോൾ നമുക്ക് ഓരോ പരീക്ഷ കഴിയുമ്പോഴും ധാരാളം കാഷ് അവാർഡായിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഒത്തിരി പ്രചോദനം കിട്ടിയിരുന്നോ ഇങ്ങനെയുള്ള അവാർഡുകളും ഒക്കെ? ഇനിയും പഠിക്കാൻ അത് വളരെ ആത്മവിശ്വാസമായിരുന്നു. പിന്നെ ചില എക്സാംസിന് ബുക്സും നമുക്ക് അവാർഡൊക്കെ കിട്ടിയിരുന്നു, അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമ്മുടെ ബ്രില്യൻറ്റിലെ മോഡൽ എക്സാമുകൾ മോനെ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? നമ്മുടെ ഈ നീറ്റ് എക്സാമിന് വേണ്ടി എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? ശരിക്കും മോഡൽ എക്സാംസ് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അത് തന്നെയാണ് എല്ലാ ചാപ്റ്റേഴ്സും ആദ്യം തൊട്ട് റിവൈസ് ചെയ്യാൻ സഹായിച്ചത്. പിന്നെ പുതിയ കുറേ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ NCERTയിലെ കാണാതെ പോയ വരികളും ചില ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്തു. നമ്മുടെ ഒരു ദിവസത്തെ ആ പഠനത്തിൻ്റെ രീതി എങ്ങനെയാണ്? നമ്മൾ ഓരോ ദിവസം നീ പഠിക്കുന്ന രീതി എങ്ങനെയായിരുന്നു? ഏതാണ്ട് ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ ഉറങ്ങും. പിന്നെ രാവിലെ ഹോസ്റ്റലിൽ ബസ് വന്ന് റെഡിയായി ബ്രില്യൻ്റെ ക്ലാസ് കൃത്യമായി എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തിരുന്നു. അവിടെ നിന്ന് നല്ലോണം ശ്രദ്ധിച്ച് നോട്ട്സൊക്കെ ഉണ്ടാക്കി. പിന്നെ ലൈബ്രറി ഫെസിലിറ്റിയിൽ നിന്ന് ലൈബ്രറി ബുക്സും എടുത്ത് തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് അത്യാവശ്യം നല്ലോണം പഠിച്ചു. വാർഡന്മാരൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിട്ടില്ല. ഏത് ഹോസ്റ്റലായിരുന്നു? പാലാ ഹൗസ് ഹോസ്റ്റൽ. പാലാ ഹൗസ്. ക്ലാസ് ടീച്ചറാ? അഞ്ജു അൽഫോൺസ മിസ്. ടീച്ചർ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പാലാ ഹൗസിലെ വാർഡന്മാരൊക്കെ? വിഷ്ണു സാറ്, സുബിൻ സാറ്, നിഖിൽ സാറ്, 3 പേരുമായിരുന്നു. ഇപ്പം പൊതുവായിട്ട് നമുക്ക് ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ടീച്ചേഴ്സ് അവിടുത്തെ ബ്രില്യൻ്റ് സ്റ്റാഫായാലും പ്രൊഫസേഴ്സ് ആയാലും എല്ലാവരും നല്ലോണം സഹകരിക്കുന്നതായിരുന്നു. ഡൗട്ടൊക്കെ ചോദിച്ച് പോയാൽ ഏത് സമയം അവർ പറഞ്ഞു തരുമായിരുന്നു. അങ്ങനെ അത്യാവശ്യം ടഫ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒക്കെ ഈസി രീതിയിൽ
സോൾവ് ചെയ്യേണ്ട മെത്തേഡ്സ് ഒക്കെ ടീച്ചേഴ്സ് പറഞ്ഞു. നമ്മുടെ ബ്രില്യൻറ്റിന്റെ ലൈബ്രറി സിസ്റ്റംസ് ഒക്കെ എങ്ങനെ അത് ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ട് ഉണ്ടായിരുന്നു. എല്ലാതരം ബുക്സും അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ അത് വളരെ നല്ലൊരു സോഴ്സാണ്. നമ്മുടെ ഇ ലേണിംഗ് ആപ്പ് നമുക്ക് നമ്മുടെ പഠനത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ടോ? ധാരാളം എക്സാംസ് ഉണ്ട്. അത് തന്നെ ഞാൻ ഫോക്കസ് ചെയ്ത് ഏകദേശം എല്ലാ എക്സാംസോടും ഞാൻ എഴുതി കഴിഞ്ഞാൽ തീരാത്ത എത്ര എക്സാംസ് അതിലുണ്ടെന്ന് അവസാനം നമുക്ക് വിവിധ ലെവലുകളിലുള്ള ലെവൽ 1 ലെവൽ 2 അതൊക്കെ ഒത്തിരി നമുക്ക് പ്രയോജനം. ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്ത് പഠിക്കാൻ അത് തന്നെ വളരെ നല്ലൊരു മെത്തേഡാണ്. നമ്മുടെ ഓരോ പരീക്ഷ കഴിഞ്ഞും റാങ്ക് ഡിക്ലറേഷൻ മീറ്റിങ്ങിന് മുമ്പായിട്ട് നമ്മുടെ ഓരോ ഡയറക്ടേഴ്സും നമ്മുടെ ക്ലാസ്സുകളിൽ വരാറുണ്ടായിരുന്നു, സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ ആ ഒരു സപ്പോർട്ടൊക്കെ ഒത്തിരി പ്രചോദനം നൽകിയിട്ടുണ്ടോ? ഡയറക്ടേഴ്സ് ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. അവരെന്നെയാണ് പറഞ്ഞത് ഇപ്പോഴത്തെ റാങ്കൊന്നും കൈയാക്കണ്ട, നമ്മളെ അറിയാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇമ്പ്രൂവ് ആയിക്കും. അപ്പോൾ അത് വളരെ മോട്ടിവേഷൻ ആയിരുന്നു ഇനിയും പഠിക്കാൻ. നമ്മുടെ ബ്രില്യൻറ്റിലെ ക്യാൻറ്റീൻ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ ഹോസ്റ്റലിലെ ഫുഡൊക്കെ ആണെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് അത് ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, പിന്നെ ഒരു അഫോർഡബിൾ റേറ്റിൽ നമുക്ക് തരുന്നതുകൊണ്ട് അതിനെ പറ്റി വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ പൊതുവായിട്ട് നമ്മൾക്ക് പറയുമ്പോൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ മോൻ്റെ ഈ വിജയത്തിന് എത്രമാത്രം സഹായിച്ചിട്ടുണ്ട് പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ? ഒരു വർഷം ഏറ്റവും സേഫായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനുള്ള ഒരു സ്ഥലം ബ്രില്യൻ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ അഡ്മിഷൻ എടുത്തത്. അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ അത് വളരെ സപ്പോർട്ടിംഗ് ആയിരുന്നു, ടീച്ചേഴ്സും പ്രൊഫസേഴ്സും എല്ലാവരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡോക്ടേഴ്സിനെയൊക്കെ നമ്മുടെ ബ്രില്യൻറ്റിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റലിലാണേലും നമുക്ക് എന്തൊരു അസുഖം വന്നാൽ നിങ്ങളുടെ വാർഡന്മാർ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സംവിധാനമുണ്ട്. അതൊക്കെ ഒത്തിരി നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. അവര് കറക്റ്റ് സമയത്ത് നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതുകൊണ്ട് അധികം ക്ലാസ്സസ് ഒന്നും മിസ്സായിട്ടില്ല. അങ്ങനെ അവര് സപ്പോർട്ടിങ് ആയതുകൊണ്ട് നമുക്ക് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസിനെ പറ്റിയൊക്കെ അവരുടെ സപ്പോർട്ടും അതേപ്പറ്റി എന്തെങ്കിലും കൂടുതൽ? അവര് മനസ്സിലാവുന്ന രീതിയിൽ മലയാളത്തിൽ തന്നെ ക്ലാസ് എടുക്കും. പിന്നെ ഏത് ഡൗട്ട് ചോദിച്ചാലും അവര് ക്ലിയർ ആയി പറഞ്ഞുതരും. ആപ്പിലൂടെ ഡൗട്ട് ചോദിച്ചാലും വളരെ വൃത്തിക്ക് തന്നെ അവർ പറഞ്ഞുതരും. അതുകൊണ്ട് ഡൗട്ട് വേഗം സോൾവ് ചെയ്യാൻ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു ഡോക്ടർ ആവണം എന്നുള്ള ഈ ഒരു പ്രചോദനം എവിടുന്നാ കിട്ടിയത്? അത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ ആവണമെന്നൊരു മോട്ടിവേഷൻ കയറി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ബ്രില്യൻറ്റിലേക്ക് വന്നു. ജ്യേഷ്ഠനുണ്ട്, അവനും കോ ബ്രദറും. അവരെ പാലയിൽ ചേർത്ത സമയത്ത് തന്നെ മാർക്ക് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് അവര് ഞങ്ങളോട് രണ്ടുപേരും പറയാറുള്ളത് അല്പതവ മാർക്ക് കുറഞ്ഞു പോയാൽ പിന്നെ സഹോദരനോടൊന്നും പറയാൻ പാടില്ല, വിഷമിപ്പിക്കാൻ പാടില്ല. കാരണം ഇവന്റെ വിജയം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മളെ പോലെ തന്നെ അവരും. ശരിക്കും പറഞ്ഞാൽ അവരാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് നല്ല ഒരു മോട്ടിവേറ്റർ. പഠിക്കുന്ന കാലത്തും അങ്ങനെയാണ്. ഇതുവരെ പഠിച്ച എല്ലാ സ്ഥാപനങ്ങളിലും 1ാം റാങ്കോട് കൂടിയാണ് പാസ്സായിട്ട്. അത് 10ാം ക്ലാസ് വരെ കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിച്ചു. പിന്നെ കേരള സിലബസിലേക്ക് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്കൂളിൽ ഏതാണ്ട് 1297 മാർക്ക് 1200 അവിടെ നിന്ന് കിട്ടി. പിന്നീടാണ് പിന്നെ എൻട്രൻസ് എഴുതാൻ വേണ്ടി തീരുമാനിച്ചത്. നിലവിൽ ഇപ്പോൾ ജെഇയുടെ പിന്നെ റിസൾട്ടിൽ അങ്ങനെ 98% മാർക്കുണ്ട്. അപ്പൊ കീം എഴുതിയിട്ടുണ്ട്, അതിലും ടോപ്പ് റാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും മെഡിസിനിലേക്കാണ് ആഗ്രഹിച്ചത്, അതിൽ തന്നെ പോകാനാണ് ഇഷ്ടപ്പെടുന്നത്. മറ്റേ ഒരു കാര്യം കൂടി ബ്രില്യൻറ്റ് ഫാമിലിയോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ മകന്റെ മുഴുവൻ സ്കോളർഷിപ്പോട് കൂടിയുള്ള പഠനമാണ് അവിടെ നിന്ന് കിട്ടിയത്. അവിടെ ഹോസ്റ്റലിലായാലും ശരി, അക്കാദമിക് നിലവാരത്തിലായാലും ശരി, എല്ലാം 100% സ്കോളർഷിപ്പോട് കൂടിയാണ്. അതുപോലെ തന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും കിട്ടുന്ന ആ ഒരു പാരിതോഷികങ്ങൾ ഏറ്റവും കൂടുതൽ അവന് മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാവിധ സ്നേഹവും അതുപോലെ തന്നെ നന്ദിയും ബ്രില്യൻസ് അക്കാദമിയോട് അറിയിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ നല്ലൊരു റാങ്കാണ് അനുജിത്തിന് കിട്ടിയിരിക്കുന്നത്. അനുജിത്തിന്റെ ആഗ്രഹം പോലെ നല്ലൊരു മെഡിക്കൽ കോളേജിൽ പഠിക്കാനുള്ള അവസരവും അനുജിത്തിന് കിട്ടും. കണ്ണൂർ സെൻട്രൽ വരികയും ഞങ്ങളോടൊപ്പം കുറച്ചു നേരം സമയം ചെലവഴിക്കുകയും ചെയ്ത നിങ്ങൾക്ക് ഞങ്ങളുടെ ബ്രില്യൻറ്റ് ഫാമിലിയുടെ പേരിൽ ഞങ്ങളെ നന്ദി അറിയിക്കുകയാണ്. തുടർന്നുള്ള ഇനിയുള്ള പഠനത്തിലും എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. Brilliant Study Center, India's #1 coaching center for NEET and JEE.